എല്ലാവർക്കും നമസ്കാരം. OTT-ൽ കുറച്ചധികം സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. 2-3 ദിവസത്തിനിടയ്ക്ക് കുറച്ചധികം മലയാള സിനിമകളും ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ആ സിനിമകളിൽ മികച്ച സിനിമ ഏതാണ്, നിങ്ങൾക്ക് സമയം പോകാതെ കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ ഏതാണെന്നാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത്. അപ്പം അതിൽ ആദ്യം ഒരു സിനിമയെന്ന് പറയുന്നത് അത് മദനോത്സവമാണ്. മദനോത്സവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കണ്ടപ്പോൾ എനിക്കൊരു ആദ്യത്തെ ഒരു 3/4 മണിക്കൂർ ഭയങ്കര രസമായിട്ട് തോന്നി. പുതിയ കുറേ ക്യാരക്ടേഴ്സിനെയൊക്കെ കണ്ടു. അവരുടെ സംസാര രീതികളൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. നല്ല രീതിയിൽ സ്ക്രിപ്റ്റൊക്കെ വർക്കായിട്ടുള്ളൊരു സിനിമയായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. എന്നാലും ഒരു 3/4 മണിക്കൂറിന് ശേഷം കണ്ട കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ എനിക്ക് അടിച്ചു വിടേണ്ട ആവശ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് വേണമെങ്കിൽ ജസ്റ്റ് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കോമഡി സിനിമ എന്ന രീതിയിൽ മദനോത്സവത്തെ നിങ്ങൾക്ക് സമീപിക്കാം. പിന്നീടുള്ളൊരു സിനിമ എന്ന് പറയുന്നത് പുഷ്പ 2 ആണ്. പുഷ്പ 2-നെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഫഹദ് ഫാസിലിൻ്റെ ആ ഒരു ക്യാരക്ടറിനെ വധിക്കുക എന്നൊരു പരിപാടിയിൽ ഉദ്ദേശിച്ചുള്ളൊരു സിനിമയാണ്. അതായത് പുഷ്പ 1-ൽ ഫഹദ് ഫാസിലിൻ്റെ ക്യാരക്ടർ കുറച്ച് ഒരുപാട് മുന്നിലായിരുന്നു. അപ്പം അത് നൈസായിട്ട് അടിച്ചമർത്തി തേച്ച് പറ്റിച്ച് വരുന്ന പരിപാടിയാണ് പുഷ്പ 2-ലുള്ളത്. പുഷ്പ 2-ൻ്റെ സെക്കൻഡ് ഹാഫ് ആണെങ്കിൽ ഭൂലോക വധമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമയാണ് പുഷ്പ 2. അതും OTT-ലാകുമ്പോൾ പോലും. പിന്നീടുള്ളൊരു സിനിമ എന്ന് പറയുന്നത് മുറയാണ്. മുറ കണ്ടു തുടങ്ങിയപ്പോൾ കുറച്ച് പിള്ളേരുടെ പടമാണ്. കുറച്ചങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ പിള്ളേരുടെ ഫൈറ്റ് വന്നപ്പോൾ പിള്ളേർക്ക് ഭയങ്കര എനർജി. അപ്പോൾ പടം മുഴുവൻ കാണണമെന്നുള്ളൊരു തോന്നലുണ്ടായി. അങ്ങനെ പടം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. രസമുണ്ട് പടം. എൻഡ് ചെയ്യുന്നത് ഓക്കെയാണ്. അത്യാവശ്യം നല്ലൊരു വാച്ചാണ് മുറ. നൈസ് ആക്ഷൻ പടം. പിന്നെയുള്ളൊരു സിനിമ സ്വർഗ്ഗവാസിലാണ്. ഒരു തമിഴ് സിനിമയാണ്. തമിഴ് സിനിമയിൽ റിയലിസ്റ്റിക് ആയിട്ട് ജയിലിൻ്റെ അകത്തുള്ള കുറച്ച് പരിപാടികളാണ് കാണിക്കുന്നത്. വേണമെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ് സ്വർഗ്ഗവാസൽ. ബോഗൻവില്ല കാണാൻ ഞാൻ പറയത്തില്ല, എനിക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെടാത്തൊരു സിനിമയായിരുന്നു ബോഗൻവില്ല. പിന്നെ കനകരാജ്യം എന്ന് പറഞ്ഞൊരു പടമുണ്ട്. അത് കണ്ട എന്ന് തന്നെ ഞാൻ പറയാനുള്ളൂ. വളരെയധികം ഡ്രാഗുള്ളൊരു സിനിമയാണ്. സീനുകളങ്ങ് അവസാനിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ യൂസ് ചെയ്തിട്ടുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളൊരു പരിപാടി തന്നെയാണ്. അതിൻ്റെ അകത്ത് സ്ക്രിപ്റ്റിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ത്രെഡ് എന്ന് പറയുന്നത്. പിന്നെ ലക്കി ഭാസ്കറൊക്കെ നിങ്ങൾ കണ്ട് കാണും, കുഴപ്പമില്ല, 1 ടൈം വാച്ചബിളാണ്. പിന്നെ പല്ലുട്ടിയുണ്ട്. പല്ലുട്ടി നൈസാണ്. കുറേ നെസ്റ്റാൾജിക് പരിപാടികളൊക്കെ ഉള്ള സിനിമയാണ്. കൊച്ചു പിള്ളേർക്ക് ഉറപ്പായിട്ടും കാണാൻ പറ്റുന്ന, നമുക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും, പിള്ളേരുടെ സിനിമയാണ്. പക്ഷേ നൈസ് വാച്ചാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് OTT സിനിമകൾ, ഈ വീക്സ് OTT സിനിമകൾ. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ.